മുൻവിധികളോടുകൂടിയാണ് ആ യോഗം അവിടെ വിളിച്ചു ചേർത്തത്. മുൻവിധി എന്ന് പറയുമ്പോൾ ഈ സംസ്ഥാനത്ത് വളരെ പരിമിതമായ വരുമാന പരിധി വളരെ താഴ്ത്തി എത്രത്തോളം ആളുകളെ അതിൽ നിന്ന് പുറത്താക്കാമെന്നതിൽ റിസർച്ച് ചെയ്തുകൊണ്ട് വരുമാന പരിധി അതിന്റെ ഒരു ജീവനക്കാരൻ മരണപ്പെട്ടാൽ അയാൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ശമ്പളത്തിന്റെ പരിധി വളരെ താഴ്ത്തി വെച്ചുകൊണ്ട് പരമാവധി ആളുകൾക്ക് അത് കിട്ടാത്ത സാഹചര്യം സൃഷ്ടിക്കുന്ന കരട് പുറപ്പെടുവിച്ചു. അതുപോലെ തന്നെ അവിടെ സമാശ്വാസ ധനം എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞുവിടാനുള്ള ഗൂഢശ്രമം അതിന്റെ പിറകിലുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഈ തൊഴിൽദാന പദ്ധതി വക്രീകരിക്കുന്നത് നമ്മൾ പലവട്ടം കണ്ടിട്ടുണ്ട്. മുമ്പ് അത് സംബന്ധിച്ച് ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ചെങ്ങന്നൂർ മുൻ MLA ആയിരുന്ന രാമചന്ദ്രൻ നായരുടെ മകന് ജോലി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ തർക്കമുണ്ടായി.